ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ക്യാഷ് കൊടുക്കുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് ആണ്, കമ്പനി വല്ല അസറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ് അവരെന്താ ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. സോ ആ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ഒന്നെങ്കിൽ പാർ ഫേസ് വാല്യൂവിലാവാം, അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലാവാം. അപ്പോൾ വെൻ എ കമ്പനി പർച്ചേസസ് സം അസറ്റ്സ് ഓർ എ റണ്ണിംഗ് ബിസിനസ് ഇറ്റ് മേ ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ്. ദിസ് ഈസ് സെഡ് ടു ബി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അപ്പോൾ കമ്പനി എന്താണ്, അസറ്റ്സോ ലയബിലിറ്റീസോ, അതായത് ഒരു ബിസിനസ് തന്നെ പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം അവരവിടെ ഇഷ്യൂ ചെയ്യുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ജേണൽ എൻട്രീസ് നോക്കാം. ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സ് ഓർ ബിസിനസ്, അസറ്റ്സോ അല്ലെങ്കിൽ ബിസിനസ്സോ കമ്പനി പർച്ചേസ് ചെയ്യാണ്. ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും, അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടായിരിക്കും അല്ലേ. അസറ്റ്സിന് എന്താ ബാലൻസ്, ഡെബിറ്റ്, ലയബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അസറ്റ്സിനെ അക്വയർ ചെയ്യാണ്, അസറ്റ്സ് വരികയാണ് കമ്പനിക്ക്. അപ്പോൾ വരുന്ന അതുപോലെ തന്നെ ഒരു ലയബിലിറ്റി, ഒരു ക്രെഡിറ്റ് ബാലൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റ്സ് അക്കൗണ്ട് എത്രയൊക്കെ അസറ്റ്സ് ആണോ വന്നത് അത് അസറ്റ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ടു ലയബിലിറ്റീസ്, അതായത് നമുക്ക് ഒരുപാട് ബാധ്യത വന്നു അല്ലേ, എന്താണ് നമ്മുടെ ലയബിലിറ്റീസും കൂടെ അവിടെ ഇൻക്രീസ് ആയി. അപ്പോൾ ലയബിലിറ്റീസിന് എന്താ ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. സോ ലയബിലിറ്റീസിന് അവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ടു വെൻഡേഴ്സ് അക്കൗണ്ട്, അതായത് സെല്ലറിന് എന്താണ്, നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുകയാണ്. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പനി അസറ്റ്സും ലയബിലിറ്റീസും മറ്റൊരു കമ്പനിയുടെ ഏറ്റെടുക്കുമ്പോൾ ആ മറ്റേ കമ്പനിക്ക്, ആ ഒരു സെല്ലർ കമ്പനിക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ആക്ച്വലി പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സെല്ലർ ഫോർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ ദി പർച്ചേസിങ് കമ്പനി. പർച്ചേസിങ് കമ്പനി അസറ്റ്സും ലയബിലിറ്റീസും സെല്ലർ കമ്പനിയുടെ എടുക്കുമ്പോൾ സെല്ലർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുക. ഒന്നെങ്കിൽ എന്താണ്, ക്യാഷ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഷെയർസോ ഡിബഞ്ചേഴ്സോ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാം. സോ ഓൺ പർച്ചേസസ് ഓഫ് അസറ്റ്സ് ഓഫ് ബിസിനസ് ജേണൽ എൻട്രി വിൽ ബി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റ്സിൽ എന്തൊക്കെ അസറ്റ്സ് ആണോ വന്നാൽ അത് ഡെബിറ്റ് ചെയ്യുക, ലയബിലിറ്റീസിൽ വന്നിട്ടുള്ള ലയബിലിറ്റീസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. വെൻഡേഴ്സ് അക്കൗണ്ടിൽ എന്താ എഴുതുക, പർച്ചേസ് കൺസിഡറേഷൻ, ആ ബിസിനസ് വാങ്ങാൻ എത്ര എമൗണ്ട് കൊടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെ ഷെയറോ ഡിബഞ്ചറോ എന്താണോ ഇഷ്യൂ ചെയ്തത് ആ ഒരു എമൗണ്ട് ആണ് ആക്ച്വലി നമ്മൾ പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ, എക്സസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ, അസറ്റ്സിനേക്കാൾ കൂടുതൽ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ ആണ് കൂടുതലെങ്കിൽ ആ എക്സസ് എമൗണ്ട് എന്താണ്, ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പർച്ചേസ് കൺസിഡറേഷൻ ആണ് കൂടുതൽ. നെക്സ്റ്റ് കേസാണ് അസറ്റ്സ് കൂടുതലാണെങ്കിൽ, അസറ്റ് സൈഡ് അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്, ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യും. സോ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, പർച്ചേസ് കൺസിഡറേഷൻ കൂടുതലാണെങ്കിൽ എക്സസ് എമൗണ്ട് ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യും. നെക്സ്റ്റ് കേസ് ഡെബിറ്റ് സൈഡ്, അസറ്റ്സ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ജേണൽ എൻട്രിയാണ് നമ്മൾ പറഞ്ഞത് ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സോ ബിസിനസ്സോ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. നെക്സ്റ്റ് എന്താണ്, ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി ഈ ഒരു പർച്ചേസ് കൺസിഡറേഷന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഐദർ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ എന്താ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ 3 കേസിൽ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു, അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. ഇനി ഫേസ് വാല്യൂവിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലുള്ള ജേണൽ എൻട്രിയാണ് വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ആ വെൻഡറിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് കൺസിഡറേഷൻ. ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മുടെ ഫേസ് വാല്യൂ. നെക്സ്റ്റ് വൺ, അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ചെയ്യുക, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ് വെൻഡർ അക്കൗണ്ട് ഡെറ്റർ
ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. വെണ്ടർ അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ എഴുതും. ഡിബഞ്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്തും ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചർ എഴുതും. പിന്നെ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് എന്താ പ്രീമിയം ആണല്ലേ, പ്രീമിയത്തിന് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് കേസ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യുക എപ്പോഴും ഡെബിറ്റ് ചെയ്യണം. വെണ്ടർ അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. വെണ്ടർ അക്കൗണ്ടിൽ എന്ത് എഴുതും പർച്ചേസ് കൺസിഡറേഷൻ എഴുതും. എത്ര രൂപയ്ക്കാണോ നമ്മൾ മറ്റുള്ള ബിസിനസ് അക്വയർ ചെയ്തത്, നമ്മൾ സെല്ലർക്ക് എത്ര രൂപ കൊടുത്തു, അതെന്ത് ചെയ്യുന്നു പർച്ചേസ് കൺസിഡറേഷനായിട്ട് എഴുതും. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. എത്രയാണോ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത്, ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യും. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ ഫേസ് വാല്യൂ ആണ് എഴുതുക. ഇതാണ് ആ ഒരു 3 കേസ് വരുന്നത്. ഒരു പ്രോബ്ലം നോക്കാം. വിവേക് ലിമിറ്റഡ് took over assets worth rupees 5 lakh and liabilities of rupees 1,34,000 of Midun Traders for the purchase consideration of rupees 3,96,000. Vivek Limited paid the purchase consideration by issuing debentures of rupees 100 each. Give journal entries in the books of Vivek Limited assuming that debentures are issued at 10% premium ആൻഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, മിഥുൻ ട്രേഡേഴ്സിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും വിവേക് ലിമിറ്റഡ് വാങ്ങി. അസറ്റ്സ് എത്ര രൂപയാണ് 5 lakh ആണ്, ലയബിലിറ്റീസ് 1,34,000 ആണ്. പർച്ചേസ് കൺസിഡറേഷനായിട്ട് എത്ര രൂപ കൊടുത്തു 3,96,000 ആണ് പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുത്തത്. എങ്ങനെയാണ് ആ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത്, ബൈ ഇഷ്യൂയിങ് ദ ഡിബഞ്ചേഴ്സ് ഓഫ് rupees 100 ഈച്ച്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് 3,96,000 രൂപ കമ്പനി വിവേക് ലിമിറ്റഡ് മിഥുൻ ട്രേഡേഴ്സിന് കൊടുത്തത്. നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10% പ്രീമിയത്തിലാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 10% പ്രീമിയം 100 + 10 110 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്ന കേസ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, അറ്റ് 10% ഡിസ്കൗണ്ട്. 100 രൂപയാണ് ഫേസ് വാല്യൂ, 10% ഡിസ്കൗണ്ട്. സോ 90 റുപ്പീസിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് വരിക. ഫസ്റ്റ് കേസ് നോക്കാം. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. അപ്പോൾ നമ്മൾ അസറ്റ് അക്വയർ ചെയ്യുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റീസ് ക്രെഡിറ്റ് ചെയ്യും, വെണ്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പർച്ചേസ് കൺസിഡറേഷനാണ് കൂടുതലെങ്കിൽ ഗുഡ് വില്ലിനെ ഡെബിറ്റ് ചെയ്യും, അസറ്റാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റൽ റിസർവിനെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതാൻ പോകുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. 10% പ്രീമിയത്തിൽ വരുമ്പോൾ സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റ്, ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റ് ടു ലയബിലിറ്റീസ് ടു മിഥുൻ ട്രേഡേഴ്സ്. ഫസ്റ്റ് നോക്കാം, അസറ്റ്സ് എത്രയാണ് 5 lakh ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 5 lakh എഴുതി. ഗുഡ് വില്ല് നമുക്ക് ലാസ്റ്റ് നോക്കാം. ടു ലയബിലിറ്റീസ്, ലയബിലിറ്റീസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, 1,34,000. സോ 1,34,000 എന്ന ലയബിലിറ്റീസ് എഴുതി. ടു മിഥുൻ ട്രേഡേഴ്സ്, അതായത് വെൻഡർ, നമ്മളവിടെ എന്ത് എഴുതുക പർച്ചേസ് കൺസിഡറേഷനാണ് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ 3,96,000. ഇനി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഡെബിറ്റ് സൈഡിൽ 5 lakh ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ 1,34,000ഉം 3,96,000ഉം. അപ്പോൾ ടോട്ടൽ എത്രയാണ് 5,30,000 നമ്മുടെ ക്രെഡിറ്റ് സൈഡിലും 5 lakh നമ്മുടെ ഡെബിറ്റ് സൈഡിലുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ, അതായത് ക്രെഡിറ്റ് സൈഡ് എന്താണ് കൂടുതലാണ് അല്ലേ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് എക്സസ് എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതാണ് ഈ ഗുഡ് വിൽ അക്കൗണ്ടിൻ്റെ അവിടെ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്, ഡെബിറ്റ് 5 ലക്ഷം ഉണ്ട്, ക്രെഡിറ്റ് 5,30,000 ഉണ്ട്, എക്സസ് എത്രയാണ് 30,000. ആ 30,000നെയാണ് നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് എൻട്രി. അതായത് അസറ്റ്സ് എടുത്തു, ലയബിലിറ്റീസ് എടുത്തു, ദെൻ ആ എക്സസ് പർച്ചേസ് കൺസിഡറേഷൻ ക്രെഡിറ്റ് സൈഡ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഡെബിറ്റ് ചെയ്തു ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട്. ഇൻ കേസ് അത് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എന്താ ചെയ്യുക, ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഗുഡ് വിൽ അക്കൗണ്ടിൻ്റെ അവിടെ ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് 30,000 എഴുതിയത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മിഥുൻ ട്രേഡേഴ്സ് ആർ ടേക്കൺ ഓവർ അല്ലേ, അസറ്റ് ലയബിലിറ്റി എടുത്തു. ഇനി നെക്സ്റ്റ് എൻട്രി
നമ്മൾ എന്താ അവിടെ ഇഷ്യൂ ചെയ്യുന്നത്? ഡിബഞ്ചേഴ്സ് ആണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. പർച്ചേസ് കൺസിഡറേഷന് പകരം നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. 10% പ്രീമിയത്തിന് 110 രൂപയ്ക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഇനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അറ്റ് പ്രീമിയം മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. എത്ര രൂപയാണ് നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ? 3,96,000 രൂപയാണ് അല്ലേ പർച്ചേസ് കൺസിഡറേഷൻ. എത്ര രൂപയുടെ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്? 100 രൂപ ഫേസ് വാല്യൂ ഉണ്ട്, 10 രൂപ പ്രീമിയം ഉണ്ട്. സോ 110 രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പനി എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കണം. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് ഈക്വൽ ടു amount payable to the vendor divided by face value plus premium. വെൻഡർക്ക് കൊടുക്കാനുള്ള രൂപ എത്രയാണ്? 3,96,000 ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ എത്ര? 100 പ്ലസ് പ്രീമിയം എത്രയാണ്? 10. സോ 3,96,000 ബൈ 110 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,600 കിട്ടും. അതായത് 3,600 ഡിബഞ്ചേഴ്സ് 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടാണ് 3,96,000 റുപ്പീസ് കമ്പനി കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ജേണൽ എൻട്രി നോക്കാം. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. മിഥുൻ ട്രേഡേഴ്സ് അതായത് പർച്ചേസ് കൺസിഡറേഷൻ എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 3,96,000 എഴുതാം. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. 3,96,000 ഡിവൈഡഡ് ബൈ 110. അപ്പോൾ എത്ര കിട്ടിയേ? 3,600 കിട്ടി. ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപ. 3,600 ഇൻറ്റു 100 3,60,000. അതാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ 3,60,000 വന്നത്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. പ്രീമിയത്തിന് എപ്പോഴും എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. എത്ര രൂപയാണ് പ്രീമിയം? 10 രൂപ പ്രീമിയം. അതായത് 3,600 ഇൻറ്റു 10 36,000. അതാണ് 36,000. സോ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കാൻ പർച്ചേസ് കൺസിഡറേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് ദി ഡിബഞ്ചർ, അതായത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. അപ്പോൾ 3,96,000 ഡിവൈഡഡ് ബൈ 110 ചെയ്തപ്പോൾ 3,600 എന്നുള്ള കിട്ടി. അതായത് 3,600 ഡിബഞ്ചേഴ്സാണ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിൽ ഫേസ് വാല്യൂ അല്ലേ എപ്പോഴും കാണിക്കുക? 3,600 ഇൻറ്റു 100 3,60,000. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എത്രയാണ് നമ്മൾ കാണിക്കുക? പ്രീമിയം എത്ര രൂപയാണ്? 10 രൂപയാണ് അല്ലേ? സോ 3,600 ഇൻറ്റു 10 36,000. ഇതാണ് ഈ ജേണൽ എൻട്രി. ഇനി സെക്കൻഡ് കേസ് എന്താണ്? വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് 10% ഡിസ്കൗണ്ട്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 10% ഡിസ്കൗണ്ട്, അതായത് 90 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതേപോലെ അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുമ്പോൾ സെയിം ജേണൽ എൻട്രി തന്നെയാണ് വരുന്നത്. സൺട്രി അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റ്, ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റ് ടു ലയബിലിറ്റീസ് ടു മിഥുൻ ട്രേഡേഴ്സ്. അസറ്റ്സ് എത്രയെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്? 5 lakh. ദെൻ ലയബിലിറ്റീസ് 1,34,000 ആണ്. മിഥുൻ ട്രേഡേഴ്സിൽ നമ്മൾ എന്ത് എഴുതുന്നു? പർച്ചേസ് കൺസിഡറേഷൻ എഴുതുന്നു 3,96,000. നോക്കുക, ഡെബിറ്റ് എത്രയാണ്? 5 lakh ആണ്. ക്രെഡിറ്റ് 5,30,000 ആണ്. എക്സസ് ആയിട്ടുള്ള 30 രൂപേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ് വിൽ മീൻസ് 30,000 എക്സസ് ആയിട്ടുള്ള 30,000 നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതാണ് ഗുഡ് വിൽ അക്കൗണ്ടിൽ 30,000. സെയിം എൻട്രി തന്നെയാണ് നേരത്തെ കേസിൽ എഴുതിയ പോലെ തന്നെയാണ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മിഥുൻ ട്രേഡേഴ്സ് ആർ ടേക്കൺ ഓവർ. ഇനി നെക്സ്റ്റ് എൻട്രിയിലാണ് ഡിഫറൻസ് വരിക അല്ലേ? എന്താണ്? ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് വരുമ്പോൾ എന്താണ്? ഡിസ്കൗണ്ടിനെ എപ്പോഴും ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ളത്. 3,96,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? 100 രൂപയുടെ ഡിബഞ്ചർ 90 രൂപയ്ക്കാണ്. അപ്പോൾ 3,96,000 ഡിവൈഡഡ് ബൈ 90 ചെയ്യാം. സോ 3,96,000 ഡിവൈഡഡ് ബൈ 90 ചെയ്ത് കഴിഞ്ഞാൽ 4,400 ഡിബഞ്ചേഴ്സാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. 4,400 ഡിബഞ്ചേഴ്സ്. അപ്പം നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കാണാനുള്ള ഫോർമുല ഡിസ്കൗണ്ടിൻ്റെ കേസിൽ
എമൗണ്ട് പേയബിൾ ടു ദ വെൻഡർ ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട്, അതായത് 3,96,000 ഡിവൈഡഡ് ബൈ 100 മൈനസ് 10, സോ 3,96,000 ഡിവൈഡഡ് ബൈ 90, 4,400 ഡിബഞ്ചേഴ്സാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. മിഥുൻ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ? 3,96,000. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിച്ചു അല്ലേ, 4,400 ഡിബഞ്ചറാണ്. എത്ര രൂപയാണ് ഡിസ്കൗണ്ട്? 100 രൂപയുടെ ഡിബഞ്ചർ 90 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 10, അതായത് 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് വരുന്നത്. സോ 4,400 ഇൻറ്റു 10, അതാണ് 44,000. 4,400 ഇൻറ്റു 10, 44,000. ദെൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് 4,400 ഇൻറ്റു അതിൻ്റെ ശരിക്കുള്ള ഫേസ് വാല്യൂ എത്രയാണ്? 100 റുപ്പീസാണ്. സോ 4,400 ഇൻറ്റു 100, 4,40,000 ആണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ വരിക. അപ്പം മിഥുൻ ട്രേഡേഴ്സിൽ പർച്ചേസ് കൺസിഡറേഷൻ ആയ 3,96,000 എഴുതി. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ ഡിസ്കൗണ്ട് എത്ര രൂപയാണ്? 10 രൂപയാണ്. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 3,96,000 ഡിവൈഡഡ് ബൈ 90 ചെയ്തപ്പോൾ 4,400 കിട്ടി. 4,400 ഇൻറ്റു 10, അതാണ് 44,000. ദെൻ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4,400 ഡിബഞ്ചറാണ്. ഇൻറ്റു ഫേസ് വാല്യൂ എത്രയാണ്? 100 ഇൻറ്റു 100, അപ്പോൾ 4,40,000 കിട്ടി. ഇതാണ്